എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ ഐശ്വര്യപ്രദമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 1201 ആണ്ട് മകരമാസം 7-ാം തീയതി 21/1/2026 ബുധനാഴ്ചയാണ് ഇന്ന്. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ദിവസമാണ്. ഏഴര ശനി കാലമായതുകൊണ്ട് വളരെയധികം തടസ്സം വന്നതിന് ശേഷം മാത്രമായിരിക്കും കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുക. എങ്കിലും നിരാശപ്പെടേണ്ട. ഉച്ചയോടുകൂടി വളരെ അപ്രതീക്ഷിതമായി ചില ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ചില വിമർശനങ്ങൾക്കും മറ്റും വഴിതെളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളാണ് അത്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കൂടുതലായുള്ളത്. ചില വാക്കുകൾ പാലിക്കാതെ വരുന്നത് മൂലമുള്ള ചില ആക്ഷേപങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ വഴിതെളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. ഗ്രഹ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. മനസ്സ് കലുഷിതമാകാനും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കുവാനും ഒക്കെ സാധ്യത ഉള്ളത് വളരെയധികം ശ്രദ്ധയോടുകൂടി പോയാൽ ഒഴിവാക്കാവുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്വന്തം പേരിൽ വാഹനങ്ങളോ ഗ്രഹങ്ങളോ അല്ലെങ്കിൽ വസ്തുവകകളോ ഒക്കെ വാങ്ങുവാനായിട്ട് സാധ്യത കാണുന്നു. പ്രപിതാമഹന്മാരുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കൂടാതെ ഔദ്യോഗിക രംഗത്ത് അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായ ചില കാര്യങ്ങളിൽ വലിയ ആശ്വാസകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അനുകൂലമായ രീതിയിലുള്ള സ്ഥാനമാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രൊമോഷനുകളോ ഒക്കെ ലഭിക്കുന്നതാണ്. ദൂരെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾക്ക് ഒരു പരിധിവരെ മാറ്റം വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ദേഹാസ്വാസ്ഥ്യമുള്ളവർക്ക് അത് കുറയുന്നതായി കാണുന്നു. എന്നാൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുജനങ്ങളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതറിഞ്ഞ് മനപ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. പ്രൈവറ്റ് ബാങ്കിങ് അതുപോലെ ബാങ്ക് മേഖലയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു അവസരം വരുന്ന ദിവസമായിരിക്കും ഇന്ന്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് കച്ചവടം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ പലചരക്ക് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു. ദീർഘയാത്രയ്ക്ക് സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരയര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചില അനുകൂലമായ കാര്യങ്ങളും അതേപോലെ തന്നെ വിപരീതമായ ചില പ്രതികൂല കാര്യങ്ങളും അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. ദീർഘനാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കാനായിട്ടുള്ളൊരവസരം വരുന്നുണ്ട് എങ്കിലും അതിനോടൊപ്പം തന്നെ പ്രതികൂലമായൊരു സാഹചര്യവും നേരിടേണ്ടതായി കാണുന്നു. ഉദാഹരണത്തിന് ലോണുകൾ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോണുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബാങ്കിൽ ചെല്ലുമ്പോൾ ചില പേപ്പറുകൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് 2 ദിവസത്തേക്ക് നീണ്ടുപോകുന്നതായിട്ട്
ഉള്ള അനുഭവം ഉണ്ടാകും. അത്തരത്തിലൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കും മിലിറ്ററി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ചില അനുമോദനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയക്കാർക്ക് ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ അനുകൂലമായി കാണുന്നില്ല. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക്, പ്രൈവറ്റ് ബാങ്കുകൾ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. പങ്കാളിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും അതേപോലെ മറ്റ് കായികമായ ജോലി ചെയ്യുമ്പോഴും അധ്വാനം ഉള്ള ജോലികൾ ചെയ്യുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖമുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കില്ല. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെയധികം ഗുണപ്രദമായ ചില ചികിത്സാ പദ്ധതികൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായി കാണുന്നു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. കൈപ്പിഴവ് കൊണ്ട് ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓരോ കാര്യവും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പ്രത്യേകിച്ച് സർജറി തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കോ അതിന് തുല്യമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കോ ഒക്കെ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധ വേണ്ട ദിവസമാണ് ഇന്ന്. വിവാഹാദി കാര്യങ്ങൾക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമായൊരു ദിവസമായി കാണുന്നു. ബിസിനസ്സിൽ വലിയ നഷ്ടം വരാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കണക്കുകൂട്ടലോടുകൂടി മുൻപോട്ട് പോവുക. എന്നാൽ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് വളരെയധികം ഐശ്വര്യപ്രദമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കണ്ട് മനസ്സ് സന്തോഷിക്കുവാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിവസമായി കാണുന്നു. ചില ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് വളരെയധികം അംഗീകാരവും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ഒക്കെ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിയുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ ഉതകുന്ന ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രൊമോഷനുകൾ ലഭിക്കുവാനുള്ള സൂചനയോ അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലം മാറ്റം ലഭിക്കുവാനുള്ള സാധ്യതയോ ഒക്കെ തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് അത്രത്തോളം ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. യാത്ര ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോഴും പൊതുവായ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ചില വിമർശനങ്ങൾക്കും മറ്റും പാത്രീഭവിച്ച് അത് മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ബാധിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ഗൃഹജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്കും ഉദര സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്കും ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. അസുഖങ്ങൾ ആരംഭത്തിൽ തന്നെ ഏറ്റവും നല്ല വിദഗ്ധരായ വ്യക്തികളെ കണ്ട് സംസാരിച്ച് പരിഹാരം തേടേണ്ടത് ആവശ്യമാണ്. 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചില അപകട സൂചനകൾ കാണുന്നു. തീപ്പൊള്ളലേൽക്കാനോ അല്ലെങ്കിൽ മറ്റ് ചില മുറിവുകൾ ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക. പനി, ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾ അനുഭവിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് ഫിറ്റ്സ് പോലെയുള്ള അസുഖങ്ങൾ വരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തരം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആരോഗ്യപ്രദമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരുന്നു. ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോകാൻ സാധ്യതയുള്ള വിധം
ചില വഴക്കുകൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കെട്ടിട നിർമ്മാണ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളും തർക്കങ്ങളുമൊക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കുന്നത് തന്നെയാണ് നമുക്കും മറ്റുള്ളവർക്കും മനസ്സമാധാനം ഉണ്ടാക്കുന്നത്. ഏത് തൊഴിലും വളരെ സഹകരണത്തോടു കൂടി മുൻപോട്ട് പോയാൽ എളുപ്പത്തിൽ തീരുന്നതാണ്, ഭംഗിയായും തീരുന്നതാണ്. ആരെയും മുഷിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായി ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു പരിധിവരെ ഒരു തീരുമാനത്തിലെത്താൻ ഉതകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിലും പരിവർത്തനം വരുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ കണ്ണിന് അസുഖം വരുവാനായിട്ട് സാധ്യതയുണ്ട്. ചെവിക്കും അസുഖം ഉള്ളവർക്ക് അത് വർദ്ധിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. അതുപോലെ മൊത്തത്തിൽ ENT പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടാനായിട്ട് സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും. നഷ്ടപ്പെട്ടു പോയ ചില വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ശാരീരിക ക്ലേശങ്ങൾ മറന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായി സാധിക്കുന്ന ദിവസമാണ്. സ്വന്തമായി വാഹനം ഉണ്ടാകുവാനോ അല്ലെങ്കിൽ ഗ്രഹം മുടി പിടിപ്പിക്കുവാനോ ഗ്രഹത്തിൽ പുതിയ വസ്തുക്കൾ, ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് നല്ല അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഏറ്റവും അനുചിതമായൊരു ദിവസമാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജീവിതവൃത്തി നടത്തുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അധികാരമുള്ള പദവിയിൽ ജോലി ചെയ്യുന്നവർക്കും നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനം വളരെയധികം ഉണ്ടാകട്ടെ എന്നും നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.